ആരുടെ ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് പോണ വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ഈ നാട്ടിൽ എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അറിയോ, എൻ്റെ കൊച്ചിന് പുതിയ ബാഗ്, കൊട, വാട്ടർ ബോട്ടിൽ. കേട്ടാ, എൻ്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്നറിയാവോ? എൻ്റെ അച്ഛൻ എനിക്ക് എന്ത് വാങ്ങിച്ചതെന്നറിയാവോ? പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കൊട. അവനടിച്ച് പൊളിക്കട്ടില്ല. അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കള്ളു ഓടിച്ചു, കറക്റ്റ്. പക്ഷെ എൻ്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതറിഞ്ഞാൽ മതി നാട്ടുകാർക്ക്. ഞാൻ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കൊട. അതെ, എന്നെ ഇപ്പൊ ചെയ്യുന്നത് നിനക്ക് ഇപ്പൊ ഓട്ടോ ഇല്ലടാ? ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ, അറിയാലോ. സ്കൂൾ ഓട്ടോ ആയിരുന്നു. ആ പണി പോയെന്നേ. സ്കൂൾ ഓട്ടം നിർത്തി. തനിക്കറിയാലോ, ഞാൻ ഓരോ പിള്ളേരെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുക, ഓരോ സ്കൂളിൽ കൊണ്ടുവിടും. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെന്ന് ഈ പിള്ളേരെല്ലാം ചുവന്ന് വരയ്ക്ക് ഞാൻ ഓരോ സ്കൂളിൽ കൂടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കൊച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, കൊച്ചിന്റെ സ്കൂള്? അപ്പൊ കൊച്ചു പറയാം, എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെന്ന്. പിന്നെ സ്കൂളായിരുന്നു? രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂളാണ്. രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂള് തപ്പി നടക്കാത്ത സ്ഥലമില്ല. എന്നിട്ട് നിനക്കറിയാം, അപ്പുറത്തെ പ്രവാചന്റെ കടയിൽ നിന്ന് മൈക്ക് സെറ്റും എടുത്ത് 2 ബോക്സും ആംബ്ലിയറും എടുത്ത് അവിടെ നിന്നോട് അന്വേഷണം ചെയ്ത് കുരങ്ങിരിക്കുന്ന സ്കൂളാണെന്ന് ചോദിച്ച് നടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാഴക്ക് ചെന്ന് കൊച്ചം കിടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് കുരങ്ങല്ലായിരുന്നടാ, ആ ഗേറ്റ് 2 സിംഗായിരുന്നടാ. സിംഗോ? ഏതായാലും 10,000 രൂപ പോയി കിട്ടി. 10,000 രൂപ, ഇത് 1000 രൂപ തീരുന്ന കേസുണ്ടായിരുന്നു. നീ ഇപ്പൊ എവിടെ പോവാ? ഞാനിപ്പോ മാർക്കറ്റ് വരെ പോവാ. എന്താ കാര്യം? അല്ല, അല്ലറ ചില പരിപാടികളൊക്കെ ഉണ്ട്. നിന്റെ ഈ അല്ലറ പരിപാടി എന്ത് പരിപാടിയാടാ? എനിക്കൊരു ബാഗൊക്കെ വേണം, കൊച്ചു സ്കൂളിലേക്ക് ചേരുവല്ലേ. എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം, കൊച്ചു സ്കൂളിലേക്ക് ചേർന്നല്ലോ. നീ ബാഗ് മേടിക്കാൻ പോവാ? ഏതായാലും നിന്നെ കണ്ട നന്നായി. നമുക്കൊരു ചെറുത് മേടിച്ചാലോ? മേടിച്ചാലോ? അതിന് പൈസ കുറവാ. നിന്റെ കയ്യിലുണ്ടോ പൈസ? എന്റെ കയ്യിലില്ല പൈസ. അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ പൈസയാണ്. അതിപ്പോ സാധനം എല്ലാം മേടിച്ച് ഇത്തിരി അടിച്ചു കഴിഞ്ഞപ്പോ തീർന്നു പോയി. പൈസ ഇല്ല നമ്മളിപ്പോ. നിന്റെ ഒന്നുമില്ലേ? എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞ വായി മേടിക്കാനുള്ള പൈസ അല്ലേ എന്റെ കയ്യിലുള്ളൂ. അത്രേ ഉള്ളൂ? നിനക്കിപ്പോ ആവശ്യം ബാഗാ? അതെ, അത്രയല്ലേ ഉള്ളൂ. നീ ഇതങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് ചെറുത് മേടിച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അതെങ്ങനെ? അത് നിനക്കിത് വീട്ടിൽ എടാ, നീ ഇത് മേടിച്ചോളൂ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന്. എടാ, ഇത് ഇങ്ങനെ ശരിയാവോ? എടാ, ഈ ബാഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിന് ബാഗ് വേണ്ടേ? അവനൊക്കെ വല്ല ചാക്കിനകത്ത് കൊണ്ടുപോകും. നീ പോയി സ്പൂൺ മേടിച്ചോണ്ട് വന്നേ. അല്ല പിന്നെ നീ അറിഞ്ഞോ മേലവാനത്തെ? അത് ശരി, ചേട്ടൻ ഇവിടെ നിൽക്കണോ? ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോടോ? ഇങ്ങേരുടെ പെണ്ണും പിള്ളയും കൊച്ചും നേരം വെളുത്തപ്പോ തൊട്ട് ആ വീട്ടിൽ കിടന്ന് കരച്ചിലും അലമുറയാ. അറിയോ? ഇങ്ങനെ കാണില്ല എന്നും പറഞ്ഞു. അത് ശരി, സാധാരണ അവളെന്നെ കാണുമ്പോഴാണല്ലോ കിടന്ന് ബഹളം ഉണ്ടാക്കണേ. ഇപ്പൊ എന്നെ കാണുന്നില്ലെന്നും പറഞ്ഞാണ് ബഹളം ഉണ്ടാക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. നേരം വെളുത്തപ്പോ തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ കരഞ്ഞോടിക്കണം. തനിക്കറിയാമോ അത്? അത് ശരി. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചെന്നെ? ഇപ്പൊ എന്നാ സംഭവിച്ചെന്ന് വെച്ചാ, ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആര്? ഞാൻ പറഞ്ഞ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി. എന്നതാ? നിനക്കൊക്കെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂടാ. ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാർ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കയറി. അതെന്നാന്ന് എനിക്കറിയാൻ മേലാത്ത. നമ്മളൊരു നല്ല കാര്യം ചെയ്ത് അത് കുഴപ്പമില്ല. നിർത്തിക്ക, സംസാരം നിർത്തുക. ഈ സമാധാനപ്രിയൻ ഇപ്പൊ എവിടെ പോവാ? ഞാൻ എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിൽ മേടിക്കണം, ഒരു കൊടയും മേടിക്കണം. അതിന് വേണ്ടി എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം. അതിന് വേണ്ടി പോവാന്ന്. നിങ്ങളുടെ സൗകര്യം ഉണ്ടോ വീട്ടിലേക്ക്? അല്ല, അവിടെ നിൽക്ക്. എടാ, നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ഒരു ചെറുത് മേടിച്ചോണ്ടായിരുന്നു. എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കേണ്ട പൈസ എന്റെ കയ്യിലുള്ള. അതുകൊണ്ട് എടാ, ഈ മോനാഴ്ചയായിട്ട് ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഇത്രക്ക് പിശുക്കനായിരുന്നു കേട്ടോ. ഞാൻ വല്ലപ്പോഴല്ലേ നിനക്ക് തന്നാലല്ലേ. ഞാൻ പറഞ്ഞല്ലേ, എന്റെ കൊച്ചിന്റെ കൊടയെ വാട്ടർ ബോട്ടിൽ മേടിക്കാനുള്ള കറക്റ്റ് പൈസ എന്റെ അടുക്കുള്ളൂ. അതുകൊണ്ടാ. അത് ശരി.
അപ്പൊ നിന്റെ പൈസ ഇല്ല. നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്ക് എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം. കൊടയും മേടിക്കണം, വാട്ടർ ബോട്ടിലും മേടിക്കണം. മേടിക്കാൻ വേണ്ടി പോവാ. ഇത് രണ്ടും കൂടെ പിടിച്ച് ഇതെന്തിനാ പോയൊരു ചെറുത് മേടിച്ചിട്ടോ പോ. ഇതിപ്പോ ഇങ്ങനെ പിള്ളേർ എന്നാ ചെയ്യും? എടാ അവരൊക്കെ വല്ല ചേമ്പലും ചൂടി പൊയ്ക്കോളൂന്ന്. നീ പോയി സാധനം മേടിച്ചിട്ട് പോടാ. ഇങ്ങനെ നന്നാവില്ല കേട്ടാ. ആ എന്റെ നന്നാകുന്ന നിന്റെ അല്ലേ ഇരിക്കുന്നത്. അടിച്ച് സെറ്റായി പോയി. എവിടെയാണ്? ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ? എടാ നിന്റെ പെണ്ണും പിള്ളേ മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളോടാ? എന്താ നിന്നെ നേരം വെളുത്തിട്ട് കണ്ടിട്ടില്ലെന്ന്. എന്നാ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാലോ അവളെ. നീ എവിടെ പോയേക്കായിരുന്നു? ഞാനൊരു സ്ഥലം. നീ എവിടെ പോയാ? ഞാനാ? എടാ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോകണ്ടല്ല. അവർക്ക് ബാഗ് വാങ്ങിച്ച്, കൊട വാങ്ങിച്ച്, റെയിൻകോട്ട് വാങ്ങിച്ച്, വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി. ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല. അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നീ ഇതെവിടെ പോവാണ്? ഞാനും ഇതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും പെൻസിലും ഇതൊക്കെ മേടിക്കാൻ പോകേണ്ടതാ. പിന്നെ ബാഗും. എന്നിട്ട് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ എവിടെ? ബാഗ് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ സുരേഷുമായിട്ട് ഷെയർ കൂടി ബാഗ് അങ്ങ് പോയി. ബാഗ് അവൻ കൊണ്ടുപോയി. വാട്ടർ ബോട്ടിലും കൊട എവിടെ? രണ്ടാം നമ്മുടെ ജോണി ഇല്ലടാ, ജോണി. അവൻ വന്നപ്പോഴത്തേക്കിനും വാട്ടർ ബോട്ടിലും കൂടെ അവന്റെ ഷെയർ അതും ഷെയറിൽ പോയി. ഇതൊന്നും ഇല്ലാതെ നിന്റെ മക്കൾ എങ്ങനെയാടാ പഠിക്കാൻ പോണം? അവൻ പഠിക്കണ്ട. അവൻ പഠിക്കണ്ടെന്നേ. എന്റെ അച്ഛൻ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ചു തന്നിട്ട് ഞാൻ നന്നായോ? ഇല്ല. അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട. എടാ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? മുളക്കില്ല. ശരി, നീ ഇപ്പൊ എവിടെ പോവാന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോവാ. നീ ഇപ്പൊ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ. നീ പോയിട്ട് എനിക്ക് 1.5 മേടിച്ചു തരുവാ. എന്റെ 10 പൈസ ഇല്ല. എന്റെ പിള്ളേർക്ക് പെൻസിൽ ബോക്സ് മേടിക്കാനുള്ള കാശ് മാത്രമേ എന്റെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നീ ഒരു 1.5 മേടിച്ച് എനിക്ക് തരത്തില്ല. എന്റെ കാശില്ല. എന്റെ കാശില്ല. നിന്റെ കാശില്ല. നീ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്കൊരു 1.5 മേടിച്ചു താടാ. എന്നിട്ട് അത് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു. പനിക്കാതല്ലേ കൊടുക്കുക? ഏതാണ്? മെഡാമോളല്ലേ? മെഡാമോള്. സ്പെല്ലിങ് അമ്മയുടെ അമ്മ മോൾ മോൾ മോളുടെ അല്ലല്ലേ? ഓക്കെ. ഇനി അത് കൊടുത്തോളട്ടാ. പനിക്ക് മെഡാമോള്. പിന്നൊരു സംശയം, തലവേദനയ്ക്ക് അത് പറ്റുമോ? വേണ്ടല്ലേ? ഓക്കെ സാർ. നമസ്കാരം സാർ, ഞാൻ സാറിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. എന്ത് വൃത്തിയോട് കാണിക്കുന്നത്? എന്താ സാർ? ഒരു ഡോക്ടർ എടുത്താണോ മൊബൈൽ ഉപയോഗിക്കുന്നത്? മൊബൈൽ എടുത്ത് മാറ്റോ? മൊബൈൽ അല്ല സാർ, പിന്നെ ഇത് ചെവി വേദനയായിട്ട് പൊത്തിപ്പിടിച്ചാണ്. ചെവി വേദനയായിട്ട്? അല്ല ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ ചെവി വേദന. അത് ഇന്നലെ സാറിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നല്ലോ, ചെവി വേദനയായിട്ട്. തൊട്ടപ്പുറത്തുള്ള നല്ലൊരു ഹോസ്പിറ്റൽ അല്ലേ? അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന. അപ്പൊ സാറ് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തുല്ലോ, ചെവി വേദനയായിട്ട്. ചെവിയുടെ എന്തോ ഒരു സാധനം, എന്തോ ഒരു ഫ്രം അടിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു 3 തുള്ളി മരുന്ന് ഊറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. 3 തുള്ളി ഡ്രോപ്സ് ചെവിയിൽ. അത് കുഴപ്പമില്ല. പക്ഷെ മാറിയിട്ടില്ല, അത് വേറെ. പക്ഷെ അതല്ലാതെ രാത്രി 12 മണിക്ക് ശേഷം രാവിലെ വരെ വായയില് തുള്ളി മരുന്ന് ഊറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാവിലെ വരെ ചെവി വേദനയ്ക്ക് വായയില് തുള്ളി മരുന്ന് ഊറ്റിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ വരെ, രാത്രി മുതൽ. അതിന് സാധ്യത കുറവാണ്. സാധ്യത ഉണ്ട്. അല്ല, ദാറ്റ്സ് ഇംപോസിബിൾ. നടക്കില്ല. വായലിറ്റിക്കേണ്ട കാര്യമില്ല. രാത്രി 12 മണിക്ക് ശേഷം ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇറക്കിയെന്ന് അറിയാവോ? രാവിലെ വരെ തുള്ളി മരുന്നിട്ടിക്ക? ഒരു മിനിറ്റ്. ഹലോ, ചെറിയൊരു സംശയം കൂടെ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ, നമ്മുടെ ചെവി വേദനയായിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ള ഹോസ്പിറ്റല്? അതാണ് ഈ പ്രഭാകർ. ഒരാളുള്ളൂ. അതപ്പോ ഈ മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ, തുള്ളിമരുന്നുണ്ടല്ലോ, 3 തുള്ളിയല്ലേ ഒറ്റിക്കുന്നത്? അതെ. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്നിട്ടിക്കുന്നത്? ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? ഞാനവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട്, ഒരു രോഗിയാണെങ്കിൽ പോലും. കുറ്റിക്കല്ലേ? ഇല്ല. അല്ല, ഉണ്ട്. തുള്ളിമരുന്നില്ലെന്നല്ലേ പറയുന്നത്, വായിലിറ്റിക്കലില്ല. ഉണ്ടെന്ന്. ഇല്ലെന്ന് അച്ഛനാണ് സത്യം. ചോദിച്ചു നോക്കൂടി. അല്ല, ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വായില്? ഇല്ലല്ലേ? പിടികിട്ടി. നിന്നോട് ഞാൻ ഏത് വാർഡിലാണ് കിടക്കാൻ പറഞ്ഞത്? 7-ാം വാർഡിലായിരുന്നു.
എന്നിട്ട് എന്താ കിടക്കാൻ അവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 9ാം വാർഡിലേക്ക് മാറി കിടന്നായിരുന്നേ. 9 മണിക്ക് മാറി അതെ, അതെ, അതെ. മാറിക്കുന്നു. ആ മൂലയിലല്ലേ, ലെഫ്റ്റ് സൈഡിലെ മൂലയിൽ, അതെ, ആ ജനലിന്റെ അടുത്തായിട്ട്. ആ ജനലിന്റെ അടുത്ത്. അവിടെ നല്ല കാറ്റ് കിട്ടുമല്ലോ. അവിടെ ആവുമ്പോ നല്ല കാറ്റ് നല്ല കിട്ടും. കാറ്റുണ്ടാവും. അവിടെ തന്നെ പണി കിട്ടിയത്. എന്താ? എടാ അതിന്റെ മുകളിൽ ബാത്റൂമാ. അവിടുത്തെ സ്ലാബ് ലീക്കായതാ. അതെ. ലീക്കായിട്ട് വെള്ളം ഉറ്റ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോ ആലോചിക്കണം. ഇറങ്ങി പോടുന്നു. ഓരോരുത്തർ വന്നോളൂ. വായിൽ തുള്ളി വരുന്നു. ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു. അതേ ഷേപ്പ്. ടേക്ക് യുവർ സീറ്റ്. ഇതെങ്ങോട്ടാ വെക്കണ്ടേ? എങ്ങോട്ടാ വെക്കണ്ടേ? അവിടെ ഇരിക്കടോ. ഇരിക്കാൻ പറയുന്നതിന്റെ ഇംഗ്ലീഷ് മനസ്സിലാവില്ല. എന്ത് പ്രശ്നം എന്താണ്? ഡോക്ടർ സെബാസ്റ്റ്യൻ അല്ലേ? ആ സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ. അതെ അതെ സാറിന്റെ വീട് ആദ്യം കോഴിക്കോടല്ലേ? കോഴിക്കോട്. അതെ. KSRTC സാറിന്റെ ബാക്കില് കോഴിക്കോടായിരുന്നു അല്ലേ? അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിലാണ് എന്റെ വീട് ആ സമയത്ത്. അതെ. ഓക്കെ. പിന്നെ സാർ അവിടുന്ന് വീട് വിറ്റിട്ട് ഇവിടേക്ക് പോയല്ലേ, എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക്. അവിടുന്ന് മാറിയായിരുന്നു ഞാൻ. അവിടെ കലൂരായിരുന്നു ഞാൻ. മാറ്റം കിട്ടിയപ്പോ ഇല്ല. പിന്നെ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റ് അങ്ങോട്ട് മാറി. അങ്ങോട്ട് മാറിയോ? മാറി. എന്റെ വീടിന്റെ പുറകിലേക്ക്? മാറി. അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി. അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കില്. ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം? എന്റെ അസുഖത്തിന് ഡോക്ടർക്ക് മാത്രമേ മരുന്ന് തരാൻ പറ്റത്തുള്ളൂ. ശരിയാക്കാം. സാറ് കരയരുത്. എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്താണ് അസുഖം? പറയൂ. എന്റെ അസുഖം പുറലോകം അറിയരുത്, ആരും അറിയിക്കരുത്. അറിയാതെ പറയൂ. എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോവും ഞാൻ. വയലന്റ്. സ്ത്രീകളെ കണ്ടാൽ വയലന്റ്, അക്രമോ, അവസ്മാരൊക്കെ, വയലൊക്കെ തൊരയൊക്കെ ഇങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര അക്രമൊക്കെ. ഏത് സ്ത്രീകളെ കണ്ടാലും ഞാൻ 10 വർഷം എന്റെ അമ്മനെ കണ്ടിട്ട്. അമ്മേനെ കണ്ടാലും വരൂ? അമ്മനെ കണ്ടാ വരൂ. എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ കണ്ടാ വരൂ. ഭയങ്കര അക്രമാ. അപ്പൊ ഭാര്യയെ കണ്ടാലോ? കല്യാണം കഴിച്ചില്ലയോ? അയ്യോ കഷ്ടമായി പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ ഭാഷയിൽ അസ്മോ മസ്കറ്റിസ് കുലാമിനാരിസം വികാരിസം എന്ന് പറയും. എനിക്ക് തോന്നിക്കണത് ഏത്? സാറ് പറഞ്ഞ അങ്ങനെയാണെന്ന് തോന്നിയല്ലേ? സ്ത്രീകൾ എപ്പോ കണ്ടാലും ഞാൻ വയലന്റ്. എപ്പോ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും നിർത്തടോ. എന്താണത്? ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് മാറ്റൂ. എടോ സ്ത്രീ അല്ലത്, ബാബു ആന്റണിയുടെ ഫോട്ടോ. ബാബു ആന്റണിയാ? ഫോട്ടോ കണ്ടാലും മതി. സ്ത്രീയുടെ രൂപം മതിയല്ലേ? എത്ര വർഷമായി സീരിയല് കണ്ടിട്ട്? എന്താ എല്ലാം സ്ത്രീകളല്ലേ? അയ്യോ മുഴുവൻ സ്ത്രീകളാണല്ലോ. അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടയ്ക്ക്, ന്യൂൺ ഷോ സിനിമകൾ രാത്രിയില്. അത് കാണണല്ലേ? അങ്ങനെയുള്ളൊന്നും കാണാൻ പറ്റൂല എനിക്ക്. ഒക്കെ ശരിയാക്കി തരാം കേട്ടോ. ബസ്സിൽ വരെ കയറാൻ പറ്റൂല. പേടിക്കണ്ട, എല്ലാം റെഡിയാക്കി തരാം. ഇരുട്ട് റൂമിലാ ഞാൻ. ഇരുട്ട് റൂമില് പുറത്തിറങ്ങി ചായ ചായ വേണ്ട. അവിടെ നിക്ക്. ഇളകല്ലേ. എനിക്ക് വേണ്ട ചായ വേണ്ട. കണ്ടില്ലല്ലോ പിന്നെ ഇളകണ്. കണ്ടോ? സ്വരം കേട്ടല്ലോ. ഇനി കേൾക്കൂല കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ. എല്ലാ ആ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പെണ്ണുങ്ങള് സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഞാൻ പോലെ അങ്ങോട്ട് ലാബിലോ? ഉണ്ടാവില്ല. ഒന്ന് വിളിച്ചോക്ക്. വെറുതെ ഞാൻ അവിടെ പോയിട്ട്. ഹലോ, ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? വേണ്ട. ഒരെണ്ണം അവിടെ വേണ്ട. എല്ലാരും പറഞ്ഞോട്ടേക്ക്. അതെ, ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ. ഓക്കെ. ഇല്ലല്ലേ, പറഞ്ഞു. എല്ലാരും പോയില്ലേ? ഒരു കുഴപ്പമില്ല. ലിസി, ഇന്നേട്ടാ ചായ. ചായ നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഷ്യന്റ് ഇവിടെ ഉള്ള സമയത്ത് ചായ കോയാന്ന് പറഞ്ഞിട്ട് തരരുതെന്ന്. അതിന് മാത്രം ഇപ്പൊ എന്ത് പറ്റിന്നോ? ഇവിടെ വന്ന പേഷ്യന്റ് പ്രത്യേകത എന്താന്ന് നിനക്കറിയാം? എന്താ? എടി, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വയലന്റ് ആകല. ഇങ്ങനാവും. അതാണോ ഇത്ര വലിയ പ്രശ്നം? അതൊരു സൈക്കിക് ഡിസോർഡറാ. ആര്? സൈക്കിക് ഡിസോർഡർ. അതിപ്പോ അങ്ങനെ ആക്കിയോ? ആണോ? പിന്നല്ലാണ്ട്. എന്നിട്ട് ഇതേപോലെ എത്ര രോഗികളാ എന്റെ അടുത്ത് വന്ന് ഞാൻ ചികിത്സിച്ചു വിട്ടിരിക്കുന്നേ ഈ രോഗത്തിനോ? എന്നിട്ട് അതൊന്നും ഇവിടെ നടക്കൂലട്ടെ കേസ്. എന്നാ ഞാനൊന്ന് നോക്കാം. ആരെ? ഇവനെ ടെസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാം, ഫുൾ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തോളണം. ഫുൾ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അത് പ്രശ്നമാവും മോളെ. ഒരു പ്രശ്നവുമില്ല, ഞാനൊന്ന് നോക്കാം. ഉത്തരവാദിത്തം ഏറ്റെടുക്കല്ലോ? ഓ യെസ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അവനിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പൊ നീ പുറത്തു പോകുന്നു. അവൻ തിരിച്ചു വരുന്ന സമയത്ത് എടി ചായ എന്ന് ഞാൻ പറയും.
അപ്പൊ നീ ചായ ഇട്ട് വരാം. അപ്പൊ അവന്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് നോക്കാം. ശരി. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ ആ ഫുള്ള് ഉത്തരവാദിത്തം നിനക്കാണ് കേട്ടോ. ഏറ്റൂന്നേ. ഓക്കെ. എന്ത് സംഭവിക്കുന്നു ദൈവത്തിനറിയാമേ. സാർ മൈ ഗോഡ്, ഇതെന്തൊക്കെയാണ് സാർ? എന്ത് ഇതില് എന്തൊക്കെ എഴുതി? നീ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ? ഇല്ല, അത് കണ്ടപ്പോ എനിക്കറിയാം, നോക്കാൻ അല്ല, കണ്ടപ്പോ അതില് എല്ലാം അറിയുന്ന പോലെ. ഇത് യൂറിൻ നോർമലാ. യൂറിൻ അല്ലത്, എന്റെ പേരാ. ആ ശരി. യൂറിൻ കുഴപ്പമില്ല. ബ്ലഡ് 30 kg. ബ്ലഡ് അല്ലത്, 30 വയസ്സാ. ആ വയസ്സ്. ബ്ലഡ് അടിയില്ലതാ. അതന്നെ. ബ്ലഡ് കുഴപ്പമില്ല കേട്ടോ. സ്റ്റൂള് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ശരിയാക്കും. നമുക്കതിൽ വഴികളുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. മരുന്നുണ്ട്. സത്യ. എടി ചായ ആ പറഞ്ഞത് ഓർമ്മയില്ലേ? ചായ. ഇപ്പോ പേടിക്കല്ലേ? പ്രശ്നമില്ല, ഇത് ഞാൻ ഏറ്റു. ഒരു പ്രശ്നമില്ലെന്നേ, ഞാൻ ഏറ്റു. പറഞ്ഞില്ലേ? നമ്മൾ തമ്മിലുള്ള ബന്ധം ഡോക്ടർ അറിയില്ല. നന്നായി.